അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരു ആൾ വന്ന് ചെണ്ട് നബിയെ ഇന്നത്തെ നാൾ നന്നിൽ നിന്നിട്ട് വലിയൊരു അചാതുര്യം സംഭവിച്ചിരുന്നു. അതായത് നൻ്റെയും ഭാര്യയുമായിട്ട് മിലനം ഉണ്ടായിട്ട് ഞാൻ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട നബിയെ ചെന്നിട്ട് അയാൾ ആവലാതി ചെല്ലും. അപ്പോൾ റമളാൻ്റെ സമയത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ല് നീ ഇതോട് കൂടെ നിൻ്റെ നോമ്പടെ നീ ഫസാദാക്കിയ ബാത്തിലാക്കിയ അതുകൊണ്ട് അതൊക്കെ പ്രായശ്ചിത്തമായിട്ട് നീന് ഒരു അടിമയുടെ മോചിപ്പിക്കണോ ചൊത്തു. അപ്പോൾ അദ്ദേഹം ചൊല്ല് ഒരു അടിമയുടെ മോചിപ്പിക്കുന്ന എൻ്റെ കൊണ്ട് സാധ്യമല്ല ചെന്നെങ്കിൽ നാ ഒരു മിസ്കീനായ ഒരു മനുഷ്യമായിട്ടിരിക്കണം, അടിമമോചനക്ക് ചെമ്മ കാശ് വേണമല്ലോ നബിയെ. അപ്പോൾ ചൊന്ത് നീന് 2 തിങ്കൾ തുടരെയായിട്ട് നോമ്പ് പിടിക്കണോ ചൊത്ത്. അപ്പോൾ അദ്ദേഹം ചൊല്ല് തുടരെയായിട്ട് നോമ്പ് പിടിക്കുമെന്ന് എൻ്റെ കൊണ്ട് സാധ്യമല്ല, എനിക്ക് ആരോഗ്യമില്ല ചൊല്ല്. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ചെല്ല് അപ്പെങ്കിൽ നീന് 60 മിസ്കീനമാർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് ചൊല്ല്. അപ്പോൾ ആ വ്യക്തി ചെല്ല് നബിയെ 60 മിസ്കീനമാർക്ക് ഭക്ഷണം കൊടുക്കണത്ര നന്നിട്ട് സാമ്പത്തികമായിട്ടുള്ളതായ കഴിവില്ല ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനാവും. ആ സമയത്തിൽ ഒരാൾ കടന്നു കണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കാരക്കങ്ങ ഹദിയായിട്ട് കൊടുക്കും. അപ്പോൾ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യരെ വെച്ച് ചൊല്ലുക, നിൻ്റെ ആ കാര്യത്തിൽ ഒരു പരിഹാരമായിട്ട് ഈ കാരക്കരെ മിസ്കീനമാർക്ക് നീ ഫക്കീറമാർക്ക് ഓതി ഉപയോഗിച്ചുണ്ട്. അപ്പോൾ ആ മനുഷ്യ ചൊല്ല് നബിയെ ഇത് ഫക്കീറമാർക്ക് കൊടുക്കുക ഉള്ളതല്ലേ ആ വക്കു എങ്കിൽ എൻ്റെ മദീനത്ത് വെച്ച് വലിയ ഫക്കീർ നാനല്ല നബിയെ, അതുകൊണ്ട് ആ ഒരു കാരയ്ക്ക് നാനേ വെച്ചലോട്ടാട്ട് ചെല്ല്. ആ മനുഷ്യരെ അവസ്ഥ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചിട്ട് ചൊല്ല് അപ്പം അങ്ങനെ എങ്കിൽ ആക്കി ചെന്ന് കടത്തു. അപ്പോൾ ഇവിടെ 2 കാര്യം പഠിക്കണം. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിട്ടിരിക്കണം, എന്തൊരു നല്ല സ്വഭാവം എന്നപ്പോൾ അങ്ങനത്തെ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കടത്താത്ത എനിക്ക് എന്തി ഇതൊന്നും ആവത്താണെങ്കിൽ എനിക്ക് എന്തി അങ്ങനത്തെ പിന്നെ ആ പണിയെടുക്കാൻ പോകേണ്ട എനിക്ക് കേൾക്കാം. രണ്ടാമതായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നോമ്പ് മാത്രം ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പകലിൽ ഇങ്ങനത്തെ ഒരു അചാതുര്യം ഉണ്ടായെങ്കിൽ അദ്ദേഹത്തിനക്ക് ഒന്നാമത് അദ്ദേഹം എന്താക്കണം, അടിമമോചനം ചെയ്യണം. അത് സാധ്യമില്ലെങ്കിൽ അതിപ്പോൾ സാധ്യമല്ല എങ്കിൽ അദ്ദേഹം 60 മിസ്കീൻ പിന്നെ 2 തിങ്കൾ കണ്ടിന്യൂ ആയിട്ട് നോമ്പ് പിടിക്കണം. അതല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് ഇത് വലിയ കഷ്ടത്തെ കാര്യമായിരിക്കും. അതുകൊണ്ട് പകലിൽ